ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അതായത് 937 വരെ AICCയുടെ സമ്മേളനങ്ങളിൽ വന്ദേമാതരം ആലപിച്ച കാര്യങ്ങൾ അവർ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് 937 എടുത്ത തീരുമാനം വന്ദേമാതരം എന്നത് ഭാരതത്തിൻ്റെ ദേശീയതയ്ക്ക് അല്ലെങ്കിൽ മതേതരത്വത്തിന് ചേരുന്നതല്ല എന്ന 37 മുതലുള്ള കോൺഗ്രസ് നിലപാട് തന്നെയാണ് അവരിവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. മാത്രമല്ല, ഇത് BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന ആരോപണം കൂടി ഉയർത്തുന്നുമുണ്ട്. അവിടെ പ്രശ്നം എന്താ അറിയോ, കോൺഗ്രസ് എടുക്കുന്ന നിലപാട് സെലക്റ്റീവായ നിലപാടാണ്. അതായത് ഓരോ സ്ഥലത്തും ഓരോ നിലപാടാണ് കോൺഗ്രസ്സിന്. കോൺഗ്രസ് ഓരോ അവസരത്തിലും ഓരോ നിലപാടെടുക്കുകയാണ്. ഞാനിപ്പോൾ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ അതിനു മുമ്പ് ഇതിനൊരു ചരിത്രപരമായ കാരണമുണ്ട്. അത് 1986 ഒരു നിയമനിർമ്മാണമാണ്. അതായത് ഷബാനു കേസിൽ ഒരു വിധിയുണ്ടായി. അതായത് CRPC, അതൊരു ക്രിമിനൽ നിയമമാണ്. CRPC ക്രിമിനൽ നിയമത്തിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല. ക്രിമിനൽ നിയമം അത് സെക്യുലർ നിയമമാണ്. സിവിൽ നിയമത്തിലാണ് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഉള്ളത്. ക്രിമിനൽ നിയമത്തിൽ അതില്ല. അപ്പോൾ 1984-85 കാലഘട്ടത്തിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു. അതായത് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്നൊരു വിധി ഷബാനു കേസിൽ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അത് മതപരമായ വിശ്വാസത്തിനെതിരാണ്, അത് ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞൊരു ബഹളം ഇവിടെ ഉണ്ടായി. ആ സമയത്താണ് ആ ഷബാനു കേസ് വിധി തുടർന്നുണ്ടായ ഒരു വിഭാഗം മുസ്ലിം സംഘടനകളുടെയും നേതാക്കന്മാരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി 405 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി ഒരു നിയമം കൊണ്ടുവരുന്നു 986. അതായത് വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ് CRPC 125 മറികടന്നു കൊടുത്തു മുസ്ലിം സമുദായത്തിന് മാത്രം. അതിൻ്റെ ഒരു തിരിച്ചടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലുതായിരുന്നു. അന്ന് 405 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ നിയമം പാസ്സാക്കിയതിന് ശേഷം ഇന്ന് വരെ കോൺഗ്രസിന് ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. പിന്നീട് 3 കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചു. മൻമോഹൻ സിംഗ് 2 തവണയും 1 തവണ നരസിംഹറാവിന് 221 സീറ്റാണ് കിട്ടിയത്. മൻമോഹൻ സിംഗിന് ആദ്യം 145 പിന്നെ 207 സീറ്റുമാണ് കിട്ടിയത്. ആ ഷബാനു കേസ് വിധി വന്നതിന് ശേഷം കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാൻ സാധിച്ചിട്ടില്ല കേവല ഭൂരിപക്ഷത്തോടെ. സഖ്യകക്ഷികളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രവുമല്ല, ഉത്തർപ്രദേശ്, ബീഹാർ പോലുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഒരു മേൽക്കൈ നഷ്ടപ്പെട്ടു. അവിടെയൊന്നും പിന്നെ ഭരണമേ കിട്ടിയിട്ടില്ല. 89-ന് ശേഷം UP, ബീഹാറിലൊന്നും സർക്കാരെ ഉണ്ടാക്കാനോ മുഖ്യമന്ത്രിമാരെ സൃഷ്ടിക്കാനോ സാധിച്ചിട്ടില്ല. പിന്നെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 30 വർഷം 35 വർഷമായി ഭരണത്തിന് പുറത്താണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കോൺഗ്രസ് പഠിച്ചൊരു പാഠമാണ്, എവിടെയൊക്കെ നമുക്ക് ഗുണം ചെയ്യുമോ അവിടെയൊക്കെ ഒരു പ്രത്യേക നിലപാടും എവിടെയൊക്കെ ദോഷം ചെയ്യുമോ അവിടെയൊക്കെ ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കാമെന്നുണ്ട്. അത് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ 2008 കർണാടകയിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ BJP അവിടെ 2 നിയമം കൊണ്ടുവന്നു. ഒന്ന് ഗോവധ നിരോധന നിയമവും മതം മാറ്റ നിരോധന നിയമവും 2008 BJP കർണാടകത്തിൽ കൊണ്ടുവന്നതാണ്. 2013 കോൺഗ്രസ് കർണാടകയിൽ തിരിച്ചു വന്നപ്പോൾ അവർ ഈ 2 നിയമവും, ഗോവധ നിരോധന നിയമവും അതുപോലെ തന്നെ മതം മാറ്റ നിരോധന നിയമവും എടുത്തു കളഞ്ഞു. അതിനുശേഷം 2019 BJP വീണ്ടും സർക്കാർ ഉണ്ടായപ്പോൾ BJP ഈ നിയമങ്ങൾ വീണ്ടും കൊണ്ടുവന്നു. അതായത് ഗോവധ നിരോധന നിയമവും കൊണ്ടുവന്നു, അതോടൊപ്പം മതം മാറ്റ നിരോധന നിയമവും കൊണ്ടുവന്നു. BJP ആദ്യമായിട്ടാണ് ഗോവധ നിരോധന നിയമം ഒരു സംസ്ഥാനത്ത് കൊണ്ടുവരുന്നത്. അത് ഈ കർണാടകയിൽ, ബാക്കിയൊക്കെ പണ്ടേ ഉള്ളതാണ്. എന്നാൽ 23 കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസ് ഈ 2 നിയമവും മാറ്റാനെ പറ്റി ചിന്തിച്ച സമയത്ത് കർണാടകയിലെ ലിംഗായത മഠങ്ങൾ, ചില ഹിന്ദു സന്യാസിമാർ അവരിതിന് എതിർപ്പ് പറഞ്ഞു. അപ്പോൾ അതവിടെ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ 2013 കാണിച്ച ആവേശം 2023 ഇല്ല. അപ്പോൾ എന്താ കോൺഗ്രസ് പഠിച്ചത്? അത് ഹിന്ദു സന്യാസി മഠങ്ങൾക്ക് എതിരാണ്, ഗോവധ നിരോധനം അവർ അംഗീകരിക്കുന്നു, അവർ ആ നിയമം എടുത്തു കളയുന്നതിനെതിരാണ്, ആ മതമാറ്റ നിരോധന നിയമം എടുത്തു കളയുന്നതിനെതിരാണ് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസിനെ എവിടെ എത്തിച്ചു? അവർ 13 കാണിച്ച ആവേശം 23 കാണിക്കുന്നില്ല. ഇപ്പോൾ ആ നിയമങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് ഇത് ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ വന്ദേ മാതരം പൂർണ്ണമായി ചെല്ലുന്നു. കർണാടകയിൽ 2 തവണയായി ചെല്ലുന്നു.
ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ ചെല്ലിയത് മനസ്സിലാക്കാം. കാരണം ഇത് രാജ്ഭവൻ ഉൾപ്പെട്ട ഗവർണർ ഉൾപ്പെട്ട ചടങ്ങാണ്. ഇന്ന് മുഴുവനായി ചെല്ലി, തെലങ്കാനയിൽ മുഴുവനായി ചെല്ലി. അപ്പോൾ അവിടെയൊന്നും പ്രശ്നമില്ല കോൺഗ്രസ്സിന്. ഇനി കോൺഗ്രസ്സിന് മന്ത്രിമാരുള്ള ജാർഖണ്ഡ് പ്രശ്നമില്ല, ജമ്മു കാശ്മീരിൽ വന്ദേ മാതരം പൂർണ്ണമായി ചെല്ലുന്നതിന് പ്രശ്നമില്ല. എന്നാൽ AICC ആഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു നാടകം കളിച്ചു. എന്നാൽ കളിച്ച നാടകം എന്താ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വിശദീകരണം? ജയറാം രമേശ് പറഞ്ഞത് എന്താ? മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കസാര കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വിശദീകരണം പോലും ഒരു സത്യസന്ധമായ വിശദീകരണം. സത്യസന്ധമായി പറഞ്ഞൂടെ? ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ചെല്ലും, കാരണം ഞങ്ങൾ ഇത്രയേ ചെല്ലാൻ പാടുള്ളൂ നിലപാടുകാരാണ്, അതുകൊണ്ട് അത് നിർത്താൻ പറഞ്ഞതാണ് എന്ന് പറയാനുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം കൊടുക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കണ്ടേ? അവിടെ അത് ഉരുണ്ട് കളിച്ചു. കാരണം അത് കേസ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്നതുകൊണ്ട് അവിടെ ഉരുണ്ട് കളിച്ചു. അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ്. കേരളത്തിൽ ഇത് പ്രശ്നമാണ്. കർണാടകമല്ല കേരളം, തെലങ്കാനയല്ല കേരളം, ഹിമാചൽ പ്രദേശ് അല്ല കേരളം, അത് പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രശ്നം കേരളത്തിലുള്ളത് കൊണ്ടാണ് കേരളത്തിൽ ഇത് പാടുകയാണെങ്കിൽ മുഴുവൻ പാടണം. ഈ പാടുകയാണെങ്കിൽ മുഴുവൻ പാടണം എന്നുള്ള നിയമം AICC ആഫീസിനും ബാധകമാണ്. ഇത് മനസ്സിലാക്കാനുള്ള അറിവ് സോണിയാഗാന്ധിക്കില്ലേ? അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്കില്ലേ? അവർക്ക് അറിയില്ലേ? അവർ പാർലമെൻറ്റ് അംഗങ്ങളല്ലേ, രണ്ടുപേരും രാജ്യസഭാ അംഗങ്ങളല്ലേ? അവിടെ ചർച്ച ചെയ്തിട്ടില്ല. കാരണം ബഹളമായിരുന്നു, ചർച്ച ചെയ്യാൻ ആർക്കും സമയം കിട്ടിയിട്ടില്ല. രാജ്യസഭയിൽ അത്യാവശ്യം ചിലരെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കുലേറ്റ് ചെയ്ത ലോയിൽ അത് പറയുന്നുണ്ടല്ലോ. പിന്നെ ഹോം മിനിസ്ട്രിയുടെ ഡയറക്ഷൻ ഇല്ലേ, ദേശീയ ഗാനത്തിന് മുമ്പ് ദേശീയ ഗീതം പാടണം, പാടുകയാണെങ്കിൽ പൂർണ്ണമായും പാടണമെന്ന്. അപ്പോൾ ഇതൊക്കെ സോണിയാഗാന്ധിക്ക് അറിയാം, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അറിയാം. പിന്നെ ഒരു നാടകം കളിച്ചു. ആ നാടകം പിന്നെ അത് കസാരയാണെന്ന് വരുത്തി തീർത്തു. അപ്പോൾ ഇത് ബേസിക്കലി ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് കാരണം. ഇത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇത്രയേ ഉള്ളൂ, നമുക്കിത് ഒരു മനസ്സിലാക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇത് 1986 ഇത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയത്. അത് കോൺഗ്രസിന് വലിയൊരു പാഠമാണ്. ആ 86 ശേഷം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിൻ്റെ ഒരു അടവ് നയമാണ്. CPM-കാരാണ് സാധാരണ അടവ് നയത്തിൽ അഗ്രഗണ്യന്മാർ. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഇത്തരത്തിലുള്ള അടവ് നയങ്ങളുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരം കാര്യമാണ്. ഒരു കാര്യം പറയട്ടെ, വന്ദേ മാതര ഗാനം അത് വോട്ട് ബാങ്കിന് ഉപയോഗിക്കാനുള്ളതല്ല. ഒന്നുകിൽ നിങ്ങൾക്ക് പാടാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് പാടാം. നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല, നിയമം നിർബന്ധിക്കുന്നില്ല. നിയമം എവിടെയും പറഞ്ഞിട്ടില്ല ഇത് നിർബന്ധമായിട്ട് പാടണമെന്ന്. നിയമവും ഹോം മിനിസ്ട്രിയുടെ ഡയറക്ഷനും പറയുന്നത് അത് പാടുകയാണെങ്കിൽ ദേശീയ ഗാനത്തിന് മുമ്പ് പാടണം, അത് മുഴുവനായിട്ടും പാടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അനുസരിക്കുക. അത് ഒന്നുകിൽ ഇത് ഒരു അഖിലേന്ത്യാ പാർട്ടിയല്ലേ, ഒരു അഖിലേന്ത്യാ പാർട്ടിക്ക് ഒരു നയമല്ലേ മൊത്തം. ഈ പണ്ട് ഇന്ത്യ രാജ്യത്ത് നിയമം പാസ്സാക്കുമ്പം 1-ാം നമ്പത്തെ സെക്ഷനിൽ എഴുതും ദിസ് ലോ ഈസ് അപ്ലിക്കബിൾ ടു എക്സെപ്റ്റ് ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ എന്ന്. അങ്ങനെയാണോ കോൺഗ്രസിൻ്റെ നിലപാട്? പഴയ നിയമം പാസ്സാകും. ഇപ്പം 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ അത് പോയി. അതാണോ നിലപാട്? ഞങ്ങളുടെ നിലപാട് കേരളത്തിനൊന്ന് ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിങ്ങൾ പാടുന്നില്ലേ പാടണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് പാട്. നിങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തിനും ഓരോ രീതിയിൽ എടുത്ത് പമ്പാടാനുള്ളതല്ല ദേശീയ മാനബിന്ദുക്കൾ എന്ന് മനസ്സിലാക്കിയാൽ നല്ലത് എന്നാണ് പറയാനുള്ളത്.